മദ്യനയം ഗുണം ചെയ്തില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ ലേഖനം. തിരുത്തൽ ആലോചിക്കേണ്ടത് പാർട്ടിയാണെന്നും ചെന്നിത്തല. മാണി പോയതിൽ ക്ഷീണമില്ലെന്നും ചെന്നിത്തല ലേഖനത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് ഈ ലേഖനത്തിൽ ചെന്നിത്തല പറയുന്നത്? സുരരാജ്, പ്രതിപക്ഷ നേതാവ് തന്നെ ഇവിടെ തുറന്ന് സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മദ്യനയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഈ വാരികയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമായും പറയുന്നു, മദ്യനയം തങ്ങൾക്ക് മദ്യനയത്തിൽ തെറ്റുപറ്റി എന്ന് സമ്മതിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇത് നേരത്തെ തന്നെ വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്കും വലിയ തോതിൽ ഭിന്ന അഭിപ്രായങ്ങൾക്കും വഴിവെച്ചിരുന്നു. അദ്ദേഹം ഇതിൽ എടുത്തു പറയുന്നത്, ഇത് വേണ്ട രീതിയിൽ മദ്യനയം ജനം സ്വീകരിക്കും എന്ന് കരുതിയിരുന്ന രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അത് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം ഒരു വലിയ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടായത് എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇതിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഇതിൽ ഒരു പുനരാലോചനയോ ഈ മദ്യനയം മാറ്റേണ്ടത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി ഇതെല്ലാം പാർട്ടിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ഏതായാലും ഇതിൽ തന്റെ വ്യക്തമായ അഭിപ്രായം ഇത് തന്നെയാണ്. ഇത് പാർട്ടി യോഗങ്ങളിൽ താൻ വ്യക്തമാക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മദ്യനയം വേണ്ട രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റിട്ടില്ല. ഇത് ഒരു ചെറിയ വിഭാഗത്തിൽ മാത്രമാണ് ചലനമുണ്ടാക്കിയത്. മറ്റ് വിഭാഗങ്ങൾക്കെല്ലാം ഇത് എതിരായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാർട്ടി വിശദമായ പരിശോധന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇതിൽ വ്യക്തമായ ഒരു മറുപടി, വ്യക്തമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും UDF-ൽ നിന്നും നമുക്കറിയാം, എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മദ്യനയത്തിൽ തങ്ങൾക്ക് ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മറ്റു ചില വിഭാഗങ്ങൾ ഇതിനെതിരെ അപ്പോൾ തന്നെ രംഗത്തുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത് മുന്നണിക്കുള്ളിൽ, കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്കും വലിയ കലഹങ്ങൾക്കും ഇത് വഴിവെക്കും എന്നതിൽ സംശയമില്ല. ഏതായാലും ഇതിൽ വ്യക്തമായി പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു, മദ്യനയത്തിൽ തങ്ങൾക്ക് പാളിച്ച പറ്റി എന്നുള്ളത്. ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തർക്കങ്ങളിലേക്ക് വഴിവെക്കാവുന്ന ഒരു ലേഖനമാണ് രമേശ് ചെന്നിത്തല എഴുതിയിരിക്കുന്നത്. നേരത്തെ മദ്യനയം സംബന്ധിച്ച്, മദ്യനയം രൂപപ്പെടുത്തുമ്പോൾ വലിയ തർക്കം ഇതേ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. നിലവിലുള്ള മദ്യനയത്തിന് വേണ്ടി വാശി പിടിച്ച സുധീരന്റെ നയത്തെ മറ്റു നേതാക്കളെല്ലാം പരോക്ഷമായി കൂടിയാണെങ്കിലും എതിർക്കുകയും ഉണ്ടായിരുന്നു. ചെന്നിത്തലയുടെ ഈ ലേഖനത്തിൽ അത്തരത്തിലുള്ള ഒരു പരോക്ഷ വിമർശനം സുധീരനെതിരെ ഉന്നയിക്കുന്നു എന്ന തരത്തിലാണോ കാണാൻ കഴിയുക? ഇതിൽ ഏതായാലും അദ്ദേഹം കഴിഞ്ഞ UDF സർക്കാരിന് മദ്യനയം സംബന്ധിച്ചുള്ള കാര്യത്തിൽ തെറ്റുപറ്റി എന്നുള്ളത് തന്നെയാണ് തുറന്ന് സമ്മതിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ പുനരാലോചന നടത്തേണ്ടതില്ലേ, മദ്യനയം മാറ്റേണ്ടതില്ലേ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ഇതെല്ലാം പാർട്ടിയിൽ വ്യക്തമായി ചർച്ച ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ മാത്രമേ തനിക്ക് തന്റെ ഒരു നിലപാട് കൊണ്ട് മാത്രമല്ല പാർട്ടി ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി ഫോറത്തിൽ ഇത് വിശദമായി പരിശോധിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ആ സാഹചര്യത്തിൽ തന്റെ നിലപാട് അവിടെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വെക്കും. അതുകൊണ്ട് തന്നെ തന്റെ വ്യക്തമായ അഭിപ്രായം ഇതാണ്. ഇത്തരത്തിൽ ഒരു മദ്യനയം, തങ്ങൾ ജനങ്ങളുടെ നന്മ ആലോചിച്ചാണ് ഇത്തരത്തിൽ ഒരു മദ്യനയത്തിന് രൂപം നൽകിയത്. എന്നാൽ അത് വേണ്ട രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ സ്വയം തുറന്ന് സമ്മതിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അതേസമയം ചിലർക്കൊക്കെ ഇതിന്റെ ഒരു ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്, ചിലരൊക്കെ ഇതിനെ അനുകൂലിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ജനങ്ങൾക്കിടയിലും ഇത് പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഈ അഭിമുഖത്തിൽ ഉള്ളത്. ഏതായാലും ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതോടൊപ്പം തന്നെ വലിയ കലഹങ്ങൾക്കും ഇടയാക്കും എന്നുള്ളതിൽ സംശയമില്ല. തീർച്ചയായും പാർട്ടി കൂട്ടായി എടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു തീരുമാനത്തിനെതിരെ പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ചെന്നിത്തല ലക്ഷ്യമിടുന്നത് എന്താണ്? ഇത്തരം ഒരു മദ്യനയം രൂപപ്പെടുത്തുമ്പോൾ പാർട്ടിയിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ സൂചന ഇപ്പോൾ ആന്റണി രാജു നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ആന്റണി രാജു, UDF സർക്കാർ കൊട്ടിഘോഷിച്ച് തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന കാര്യമാണ് മദ്യനയം. നിലവിലുള്ള മദ്യനയം വലിയ തോതിൽ ഗുണം ചെയ്യുകയാണ് എന്ന പ്രഖ്യാപനവുമായാണ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് അവർ മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല തന്നെ പരസ്യമായി പറയുന്നു UDF-ന്റെ മദ്യനയം ഗുണം ചെയ്തില്ല എന്ന്. ശ്രീ ആന്റണി രാജു, ഈ മദ്യനയം നമുക്കറിയാമല്ലോ. ഈ മദ്യനയം വന്നപ്പോൾ തന്നെ അന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഇത് വേണ്ടത്ര ഗ്രഹപാഠം ചെയ്യാതെ
എടുത്തു ചാടി ഇത് ആരുടെയോ മുകളിൽ ആരുടെയോ വരാൻ വേണ്ടി വ്യക്തി താല്പര്യത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്നാണെന്നല്ല അന്നേ പറഞ്ഞിരുന്ന. ഇത് മദ്യനയം ഇങ്ങനെയല്ല കൊണ്ടുവരേണ്ടിരുന്നത്. ഇത് സംസ്ഥാനത്തിന് ഗുണം ചെയ്യില്ലെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞു. അന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വിഭാഗം വളരെ ശക്തമായി ഇതിന് അനുകൂലിച്ച് ഏതായാലും ഈ മദ്യനയമാണല്ലോ ഇപ്പൊ UDF തകർത്തതും. ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവ്, അതായത് ഈ നയം സംസ്ഥാനത്തിന് ഗുണം ചെയ്തില്ല, ഇത് മാറ്റുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. ഇത് തന്നെയാണ് ഞങ്ങളും അന്ന് ഈ മദ്യനയം കോൺഗ്രസ് ഏകപക്ഷീയമായി കൊണ്ടുവന്നതാണ്. അന്ന് UDF എന്ന് പറയാൻ പറ്റില്ല. കാരണം UDF ഒരിക്കലും മുഴുവൻ സമ്പൂർണ്ണ മദ്യ നിരോധനത്തെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല. ബാറുകൾ മുഴുവൻ പൂട്ടണമെന്ന് ആലോചിച്ചിരുന്നതല്ല. 418 ബാറുകളില് ഗുണനിലവാരമുള്ളവ തുറന്നു കൊടുക്കണമെന്നാണ് UDF യഥാർത്ഥത്തിലുള്ള എല്ലാ ഘടകകക്ഷികളും ആവശ്യപ്പെട്ടത്. പക്ഷേ ശ്രീ VM സുധീരനും ശ്രീ ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിന്റെ ഫലമായിട്ടാണ് ഉമ്മൻചാണ്ടിയെ സുധീരനെ കടത്തിവെട്ടാൻ വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടി പോക്കറ്റിൽ എഴുതിയിട്ട് കൊണ്ടുവന്ന് വായിച്ചൊരു നയമായിരുന്നു മുഴുവൻ പൂട്ടണമെന്നുള്ളത്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് ഈ സംസ്ഥാനത്തിന് ഗുണം ചെയ്യില്ല, ഇത് പരാജയം. ഇപ്പോൾ വൈകിയാണെങ്കിലും പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ മദ്യനയം തെറ്റാണ് എന്നുള്ളത്. ഇത് കോൺഗ്രസിനകത്ത് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായ പ്രകടനം വലിയ അഭിപ്രായ സംഘർഷത്തിലേക്ക് നീങ്ങും. ശ്രീ VM സുധീരനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകള് ഇത് ശ്രീ സുധീരന്റെ ഈ ചെന്നിത്തലയുടെ അഭിപ്രായത്തിനെതിരെ ഇപ്പൊ രംഗത്ത് വരും. കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകാനും പാർട്ടിക്കകത്തൊരു വലിയ അഭിപ്രായ ഭിന്നതയിലേക്ക് നയിക്കാനും തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിന്റെ ഈ ഇന്നത്തെ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ ലേഖനത്തിലെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അതിനാണ് ഇടവയ്ക്കാൻ പോണത്. ഒരു കാര്യം ഞാൻ പറയാം, ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ യാഥാർത്ഥ്യ ബോധത്തോടെ ഈ കാര്യങ്ങൾ കാണാൻ ഇനിയെങ്കിലും കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള തിരിച്ചടികള് ആ പാർട്ടി നേരിടേണ്ടി വരും. തീർച്ചയായും തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തുകൊണ്ട് ഈ തിരിച്ചറിവുണ്ടായില്ല എന്ന ഒരു ചോദ്യം കൂടി ഇല്ലേ രമേശ് ചെന്നിത്തലയുടെ ഈ ലേഖനത്തിൽ? തീർച്ചയായിട്ടും. കാരണം അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനെതിരെ മദ്യത്തിനെതിരെ പറഞ്ഞു പോയാൽ ഇതെല്ലാം മദ്യ മുതലാളിമാരുടെ സ്വാധീനത്തിൽപ്പെട്ട നേതാക്കന്മാരാണ് ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരെല്ലാം എന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് അല്ലെങ്കിൽ അവരെയൊക്കെ ആ പട്ടികയിൽപ്പെടുത്താൻ കോൺഗ്രസിന്റെ തന്നെ സമുന്നതരായ നേതാക്കന്മാർ രംഗത്ത് വരും. അത് ഭയന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഇക്കാര്യത്തിലൊക്കെ മൗനം പാലിച്ചത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരികയാണ്. കോൺഗ്രസിന്റെ പോലും ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായത്തോടാണ് യോജിക്കുന്നവര്. അന്ന് ഈ നയം രൂപീകരിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്ക് പോലും ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായമാണുള്ളത്. അന്ന് VM സുധീരൻ ഉൾപ്പെടെയുള്ള ബാക്കി കോൺഗ്രസിലെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം നേതാക്കന്മാർക്കും ഘടകകക്ഷികളുടെ എല്ലാം അഭിപ്രായമാണ് ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഗുണനിലവാരമുള്ള ബാറുകൾ തുറന്നു കൊടുക്കണമെന്നുള്ള അഭിപ്രായമായിരുന്നു അന്ന് പരസ്യമായിട്ട് അന്ന് രമേശ് ചെന്നിത്തല പോലും പറഞ്ഞത്. പക്ഷേ ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും സുധീരനും തമ്മിലുള്ള ഒരു ഭിന്നതയാണ് ഈ തെറ്റായ വികലമായ മദ്യനയത്തിന് അന്ന് രൂപം കൊടുക്കാൻ ഇടയായത്. തീർച്ചയായും ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ പ്രത്യക്ഷമായി രംഗത്ത് വരുമ്പോൾ, പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വരുമ്പോൾ അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്താണ് ശ്രീ ആന്റണി രാജു? അല്ല, അദ്ദേഹം യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണണം എന്നുള്ള മനസ്സായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിനുള്ളത്. അത് മാത്രമല്ല, ഒരു കാര്യം തെറ്റായി പോയി എന്ന് സംസ്ഥാന വ്യാപകമായ ഒരു അഭിപ്രായം ഉയർന്നു വരുമ്പോൾ അതിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് കോൺഗ്രസ് പാർട്ടിക്കും UDF-നും ദോഷം ചെയ്യുമെന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ ഈ ഒരു സത്യം പറയാൻ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണണമെന്നുള്ള ഒരു ശരിയായ വിലയിരുത്തൽ നടത്താൻ ശ്രീ രമേശ് ചെന്നിത്തലയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അന്ന് എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് മൗനിയായിരിക്കേണ്ടി വന്നത്? സുധീരൻ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഘടകകക്ഷികളുടെ ഉൾപ്പെടെയുള്ള താല്പര്യത്തിന് വിരുദ്ധമായി സുധീരൻ അത്തരം ഒരു തീരുമാനം എടുക്കുമ്പോൾ രമേശ് ചെന്നിത്തല അന്ന് എന്തുകൊണ്ടാണ് മൗനിയായിരുന്നത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അന്ന് ശ്രീ VM സുധീരന്റെ അഭിപ്രായത്തിനെതിരായി ആരെങ്കിലും പറഞ്ഞു പോയാൽ അവരൊക്കെ മദ്യ ലോബിയുടെ ആളുകളായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ഘടകകക്ഷികളും അന്ന് ഈ 418 ബാറുകൾ ഉൾപ്പെടെ 730 ബാറുകളും പൂട്ടണമെന്നുള്ള ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായത്തോട് പോലും ആർക്കും യോജിപ്പില്ലായിരുന്നെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ അവരൊക്കെ മദ്യ ലോബിയുടെ ആളുകളായി ചിത്രീകരിക്കപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ് അന്ന് എല്ലാവരും ഉണ്ടായിരുന്നത്. വളരെയധികം നന്ദി ശ്രീ ആന്റണി രാജു പ്രതികരിച്ചതിന്. ഷീജ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പരസ്യമായി തന്നെ ചെന്നിത്തല ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത്? മദ്യനയത്തെക്കുറിച്ച് മാത്രമാണോ ഒരു അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട് എന്ന് ചെന്നിത്തല സൂചിപ്പിക്കുന്നത്?
സുരരാജ്, മദ്യനയത്തിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതിനോടൊപ്പം തന്നെ KM മാണി വിഷയത്തിലും അദ്ദേഹത്തിന്റെ വ്യക്തമായ അഭിപ്രായം ഇതിൽ തുറന്നു പറയുന്നുണ്ട്. ഇത്തരത്തിൽ മാണി കോൺഗ്രസിൽ നിന്നും UDF-ൽ നിന്നും വിട്ടുപോയതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വലിയ തോതിൽ തന്നെ ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയെ മാറ്റി രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് കൊണ്ടുവരുന്നു. ഇതുപോലും KM മാണി അറിഞ്ഞത് പത്രങ്ങളിലൂടെയാണ് എന്നൊരു വിമർശനമൊക്കെ വന്നിരുന്നു. എന്നാൽ ഇതിലെല്ലാം എല്ലാ വിഷയങ്ങളിലും മാണിയുമായി വ്യക്തമായ ആലോചനകൾ നടത്തിയിരുന്നു. ഇത് ഒന്നും തന്നെ ഏകപക്ഷീയമായി എടുത്തിട്ടുള്ള തീരുമാനങ്ങളല്ല. ഉമ്മൻചാണ്ടിയാണ് തന്റെ പേര് നേതൃസ്ഥാനത്തേക്ക് മുന്നോട്ട് വെച്ചത്. അല്ലാതെ ഇത് ചർച്ച ചെയ്യപ്പെടാതെ ഒരു ദിവസം ഉണ്ടായ ഒരു തീരുമാനമല്ല. ഉമ്മൻചാണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, മാണി UDF-ൽ നിന്ന് വിട്ടുപോയതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മാണി UDF-ൽ നിന്ന് പോകരുത് എന്നൊരു നിലപാട് തന്നെയായിരുന്നു തങ്ങളുടേത്. കാരണം UDF-ലെ മൂന്നാമത്തെ വലിയ കക്ഷിയാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ UDF-ൽ നിന്നും മാണി പോയതിൽ തങ്ങൾക്ക് ക്ഷീണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. മറിച്ച് അതിൽ നിന്നും തങ്ങൾ ഉടൻ തന്നെ കരകയറുന്നതായിരിക്കും. എന്നാൽ UDF തകർന്നു എന്ന തരത്തിൽ, ഇനി തങ്ങളില്ലാത്ത UDF തകർന്നു പോയി എന്ന തരത്തിൽ വരുന്ന പ്രതികരണങ്ങൾ തീർച്ചയായും അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ മാണി പോയത് ഒരു തരത്തിലും തങ്ങൾക്ക് ക്ഷീണം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് KM മാണി UDF വിട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ രണ്ട് വിഷയത്തിലും സമഗ്രമായ നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത് ഈ അഭിമുഖത്തിൽ. ശരി ഷീജ, മദ്യനയം ആവശ്യമായ വിധത്തിൽ ഗുണം ചെയ്തില്ല എന്ന് രമേശ് ചെന്നിത്തല ഈ ലേഖനത്തിൽ പറയുന്നു. അതിന് ഇങ്ങനെ ഗുണം ചെയ്യാതെ പോകുന്നതിനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടി അദ്ദേഹം എണ്ണി വിശദീകരിക്കുന്നുണ്ടോ? ഇതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഒരു മദ്യനയം തങ്ങൾ ആലോചിച്ച് തന്നെയാണ് യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ഒരു സ്വീകാര്യത ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് തങ്ങൾ ഇത്തരത്തിൽ ഒരു മദ്യനയത്തിലേക്ക് കടന്നത്. എന്നാൽ ഇത് വേണ്ടത്ര രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റില്ല എന്നുള്ളത് തന്നെയാണ് തങ്ങൾക്ക് ഇതിൽ നിന്നും ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ലഭിച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് വ്യാപകമായും ജനങ്ങളുടെ നന്മ ലക്ഷ്യം വെച്ചാണ് കൊണ്ടുവന്നതെങ്കിൽ പോലും ചിലരിൽ മാത്രമാണ് ഇത് സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റ് ഭൂരിപക്ഷം പേരിലും ഇത് എതിർപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും UDF തിരിച്ചറിയാൻ വൈകി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പാർട്ടി ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ തന്റെ വ്യക്തമായ നിലപാട് മദ്യനയത്തിൽ തിരുത്തൽ വേണം എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ യോഗങ്ങളിൽ ഇത് വ്യക്തമായും തന്റെ അഭിപ്രായം വ്യക്തമാക്കുന്നതായിരിക്കും. ഇതിൽ ഒരു തീരുമാനം വിശദമായി ചർച്ച ചെയ്ത് സ്വീകരിക്കേണ്ടത് പാർട്ടിയാണ്. ഏതായാലും ഈ വിഷയം ജനങ്ങൾക്കിടയിൽ വേണ്ട രീതിയിൽ ഏറ്റില്ലെന്നും ഗുണം ചെയ്തില്ലെന്നും എന്ന് തന്നെയാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് തന്നെയാണ് ചെന്നിത്തല ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ശരി ഷീജ, ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ വരാം. നമുക്കൊരു ഇടവേളയിലേക്ക് പോവേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം പുരടാത്തൊരു ചുവരുകളാക്കാം ആപ്കോലൈറ്റ് അഡ്വാൻസ് കവചം ചാർത്താം. ഏതും മായ്ക്കാം. സ്റ്റെയിൻ ഗാർഡുള്ള പുതിയ ആപ്കോലൈറ്റ് അഡ്വാൻസ്ഡ്. സുന്ദരം, സുരക്ഷിതം, സ്വതന്ത്രം. ലഘുപാനീയങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതിന്റെ അധിക കലോറിയെ പേടിച്ചോ? നിങ്ങൾ എണ്ണമയമുള്ള പലഹാരങ്ങൾ കഴിക്കുന്നില്ല, കൊളസ്ട്രോൾ നില ഉയരുമെന്ന് ഭയന്നാണോ? എന്നാൽ ധനമുണ്ടാക്കുന്ന കള്ളപ്പണം കൈവശം വെക്കാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു മറുപടിയുമില്ലേ ബോസ്? കള്ളപ്പണത്തോടും നോ എന്ന് പറയുക. നിങ്ങളുടെ യഥാർത്ഥ വരുമാനം ഡിക്ലെയർ ചെയ്യുക. ഇൻകം ഡിക്ലറേഷൻ സ്കീം. ഇന്ന് തന്നെ നിങ്ങളുടെ വെളിപ്പെടുത്താത്ത വരുമാനം ഡിക്ലെയർ ചെയ്യുക. സ്കീം 2016 സെപ്റ്റംബർ 30 വരെ ബാധകം. നിങ്ങളുടെ വെളിപ്പെടുത്താത്ത വരുമാനത്തിന്റെ 45% ടാക്സ് അടയ്ക്കുക. പലതരത്തിലുമുള്ള പ്രതിരോധ ശേഷി ആസ്വദിക്കുക. നിങ്ങളുടെ അഭിമാനം ഉയർത്തുന്നതിനായി നിങ്ങളുടെ ഭാഗം നിറവേറ്റുക. This program brought to you by ടെക്നോളജിയിലും ഹീറോ MCR പ്യുവർ കോട്ടൺ മെൻസ് വെയർ. മദ്യനയം ഗുണം ചെയ്തില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ ലേഖനം. തിരുത്തൽ ആലോചിക്കേണ്ടത് പാർട്ടിയാണെന്നും ചെന്നിത്തല, മാണി പോയതിൽ ക്ഷീണമില്ലെന്നും ചെന്നിത്തല ലേഖനത്തിൽ പറയുന്നു. ഷീജ ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ഷീജ, ഈ ലേഖനത്തിൽ ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ TP രാമകൃഷ്ണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ TP രാമകൃഷ്ണൻ, UDF സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നിരുന്ന മദ്യനയം അവർക്ക് തന്നെ വിനയായി എന്ന തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ലേഖനത്തിലൂടെ പരസ്യമായി പറയുന്നത്. ഹലോ മിസ്റ്റർ, പറയൂ.
കേൾക്കാമോ? ഞാൻ ചോദിച്ചത് അങ്ങ് കേട്ടോ? അല്ല, നിങ്ങളിപ്പോ പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ്. അതെ, ഞാനത് വായിച്ചിട്ടില്ല, ഞാനത് നോക്കാം. അപ്പോ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാനുണ്ട്. UDF മദ്യ നിരോധനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ മദ്യമേഖലയിൽ സ്വീകരിച്ച നിലപാട്. ബാർ ഹോട്ടലുകളിൽ നിന്ന് വിദേശ മദ്യം ഒഴിവാക്കി ഈ കൺസ്യൂമർ ഫെഡിന്റെയും സിവിൽ ബീവറേജ് കോർപ്പറേഷന്റെയും ഔട്ട്ലെറ്റുകൾ ഒരു വിഭാഗം പൂട്ടി. ഇത് മദ്യത്തിന്റെ ഉപഭോഗത്തെ തടയുക എന്ന ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ നയമാണ് ഇപ്പോൾ തെറ്റായിരുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഈ കാര്യത്തിലുള്ള നിലപാട് എന്ത് എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണോ KPCC പ്രസിഡന്റിനുള്ളത്? എന്താണ് ഈ കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാട്? അത് വ്യക്തമാക്കുമ്പോഴാണ് ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുക. പാർട്ടി ആലോചിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് അത്രയും ശരി. അതേ സന്ദർഭത്തിൽ കോൺഗ്രസിന്റെയും UDFന്റെയും പൊതു നിലപാട് ഈ കാര്യത്തിൽ എന്ത്? UDF ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടിനെ KPCC പ്രസിഡന്റ് തുടർച്ചയായിട്ട് ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഏതാണിത് ശരി എന്നുള്ളത് ജനങ്ങൾ മുമ്പിൽ വരണമല്ലോ. ജനങ്ങളുടെ അനുഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് ഗവൺമെന്റ് നയം. മദ്യത്തെക്കാൾ അപകടകരമായ മയക്കുമരുന്നിന്റെ ഉപഭോഗമുണ്ട്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപഭോഗത്തിൽ നിന്ന് ജനങ്ങളെ പൂർണ്ണമായും മോചിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് അതൊരു ദീർഘമേറിയ പ്രക്രിയയാണ്. അതിന് സഹായകരമായ അടിസ്ഥാനമായ പ്രചരണ പരിപാടിക്കാണ്, ബോധവൽക്കരണത്തിനാണ് ഗവൺമെന്റ് രൂപം നൽകി വരുന്നത്. മിനിസ്റ്റർ ഇതിനിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ UDFന്റെ മദ്യനയം ഉണ്ടാകുമ്പോൾ തന്നെ സുധീരന്റെ അഭിപ്രായം, ഏകാഭിപ്രായം മാനിച്ചാണ് ഇത്തരമൊരു നയം ഉണ്ടാക്കിയത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യമായി പല അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സുധീരന്റെ ഈ അഭിപ്രായത്തിനെതിരെ, ഈ മദ്യനയത്തിനെതിരെ പ്രതികരിക്കുന്നവരെല്ലാം മദ്യലോബിയുടെ ആളുകളായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന ഒരു ആക്ഷേപവും അതിനിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ UDF തന്നെ, പ്രതിപക്ഷ നേതാവ് തന്നെ ഈ മദ്യനയത്തെ തള്ളിപ്പറയുമ്പോൾ പുതിയ ഒരു മദ്യനയത്തിലേക്ക് പുതിയ സർക്കാരിന് പുതിയൊരു മദ്യനയം കൊണ്ടുവരാൻ പുതിയ സർക്കാരിനത് സഹായകമാകുന്ന നിലയിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, UDFന്റെ മദ്യനയമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് നയം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലും ഈ കാര്യങ്ങൾ പറഞ്ഞു. ആ നിലപാടിന് ജനങ്ങൾ അംഗീകാരവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള നടപടികൾ പ്രയോഗത്തിൽ വരുത്തേണ്ടതാണ്. ആ പ്രയോഗത്തിൽ വരുത്തേണ്ടുന്ന നടപടികളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവസാന തീരുമാനം കൈക്കൊള്ളാൻ പോവുകയാണ്. കൈക്കൊണ്ടതിന് ശേഷമാണ് ഈ മദ്യവർജനം എന്ന നിലപാടിൽ നിന്നുകൊണ്ട്, മദ്യം മാത്രമല്ല ലഹരിയുടെ വർജനം ലക്ഷ്യമായിട്ടെടുക്കുന്നുണ്ട് ഗവൺമെന്റ്. ഈ ലക്ഷ്യം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. മദ്യനിരോധനം പ്രഖ്യാപിച്ചവർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ എൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് സമീപിച്ചത്? എൻഫോഴ്സ്മെന്റ് കേരളത്തിൽ വളരെ ദുർബലമായിരുന്നു. കഴിഞ്ഞ 2.5 മാസക്കാലത്തിനിടയിൽ നടത്തിയിട്ടുള്ള പരിശ്രമം കഴിഞ്ഞ ഗവൺമെന്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. വൻതോതിൽ മയക്കുമരുന്ന് വേട്ട നടത്താൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അനധികൃത മദ്യം കണ്ടുപിടിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ അനുഭവങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിരോധനം ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയിട്ടുള്ള നടപടികൾ, മദ്യനയം, അത് ആൽക്കഹോളിക് കൺസപ്ഷൻ, മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. കേരളത്തിന്റെ അനുഭവങ്ങൾ വെച്ച് ലഹരിയുടെ ഉപഭോഗം കുറഞ്ഞു, മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞു എന്ന് ആർക്കെങ്കിലും അവകാശപ്പെടാൻ സാധിക്കുമോ? അനധികൃതമായി, നിയമവിരുദ്ധമായി ഇതെല്ലാം പല വഴികളിലൂടെ വരികയാണ്. അത് തടയാൻ കഴിഞ്ഞ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ വ്യവസായം പൂർണ്ണമായും നിയമവിധേയമാക്കാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങളെ ബോധ്യപ്പെടുത്തി മദ്യത്തിന്റെയും ലഹരിയുടെ ഉപഭോഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന് സഹകരിക്കാൻ സന്നദ്ധതയുള്ള എല്ലാവരെയും സഹകരിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന നിലപാട്. ഇപ്പോൾ തന്നെ ജനങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രമാക്കി
വലിയ പ്രചാരണ പരിപാടി കേരളത്തിലുടനീളം ഇപ്പോൾ നടന്നു വരികയാണ്. ഇത് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് എടുത്തു വരുന്ന സമീപനം. വളരെയധികം നന്ദി മിനിസ്റ്റർ ടി.പി. രാമകൃഷ്ണനാണ് പ്രതികരിച്ചത്. ഇപ്പോൾ മന്ത്രി എ.സി. മൊയ്തീൻ കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ എ.സി. മൊയ്തീൻ, മദ്യനയം ഗുണം ചെയ്തില്ലെന്ന് രമേശ് ചെന്നിത്തല തന്നെ സമ്മതിക്കുകയാണ് പരസ്യമായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാജ്യത്തിനാകെ ഒരു വസ്തുത ബോധ്യപ്പെട്ടത് അദ്ദേഹത്തിന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടതെന്നതിൽ സന്തോഷമുണ്ട്. UDF-നകത്തെ കുഴപ്പങ്ങളും കോൺഗ്രസിനകത്തെ മൂപ്പിളമത്തറക്കവുമാണ് UDF പ്രഖ്യാപിച്ച മദ്യനയത്തിന്റെ പുറകിൽ എന്ന് ആർക്കാണ് അറിയാൻ കഴിയാത്തത്. ആ കാപട്യം രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത്തരമൊരു നയമുണ്ടാക്കിയ പ്രത്യാഘാതമുണ്ട്. ആ പ്രത്യാഘാതം ഈ മദ്യ നയത്തിന്റെ മറപിടിച്ച് വൻതോതിൽ മറ്റ് ലഹരി സാധനങ്ങൾ കേരളത്തിലേക്ക് വരുന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ട്. മറ്റേ ചെറുപ്പക്കാർക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ പോലും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വൻതോതിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്ന് കണ്ടിട്ടുണ്ട്. ഇത്തരം ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാക്കി വെച്ചതിന്റെ ഉത്തരവാദി പൂർണ്ണമായി UDF ആണ്. ഈ അനധികൃതമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ എക്സൈസ് വകുപ്പും ഗവൺമെന്റും തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ടൂറിസം വ്യവസായ രംഗത്ത് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി. ടൂറിസം ഇൻഡസ്ട്രിയെ ഈ മദ്യനയം ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. മീറ്റിങ്ങുകളും കോൺഫറൻസുകളും എല്ലാം കേരളത്തിന് വെളിയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മദ്യനിരോധനമാണ് എന്നൊരു സന്ദേശമാണ് വിദേശ മാർക്കറ്റുകളിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ടൂറിസ്റ്റുകൾ എത്തുന്ന കേന്ദ്രത്തിലുമൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത് ഈ നയത്തിന്റെ ഭാഗമായി. വസ്തുത അങ്ങനെയല്ലാന്ന് കേരളത്തിലുള്ളവർക്കറിയാം. അതിനെ തുടർന്ന് മീറ്റിങ്ങിൽ വരുന്ന ആളുകൾ മുഴുവൻ മദ്യപിക്കാൻ വേണ്ടിയല്ല വരുന്നെങ്കിലും അത്തരം കോൺഫറൻസ് കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ ഭാഗമായൊക്കെ ഇത്തരം ചെറിയ ലഹരി കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത്തരം മീറ്റിങ്ങുകളൊക്കെ ഇവിടെ മദ്യനിരോധനമാണ് എന്നുള്ളതിന്റെ പേരിൽ കേരളം വിട്ടുപോകുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത്. അത് കേരളത്തിലെ ടൂറിസം വ്യവസായത്തെ ഗുരുതരമായി ബാധിച്ച കാരണങ്ങളിൽ ഒന്നാണ് എന്നാണ് വിനോദസഞ്ചാര വകുപ്പ് നടത്തിയ പഠനത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ ആവശ്യപ്പെട്ടത് ഈ കാര്യത്തിൽ ആവശ്യമായ തിരുത്തൽ വേണമെന്നാണ്. ടൂറിസം ഡെസ്റ്റിനേഷനിലെങ്കിലും നിലവിലുള്ള ഈ മദ്യനയത്തിൽ മാറ്റം വരുത്തുകയും ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഒരു ഭാഗമായി ഇതിന് കാതലായ മാറ്റം ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് വിനോദസഞ്ചാര വകുപ്പിനുള്ളത്. ആ കാര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതെ മിനിസ്റ്റർ, ഇവിടെ ചെന്നിത്തല തന്നെ, പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായി ഈ അഭിപ്രായവുമായി രംഗത്ത് വരുമ്പോൾ ഇടത് സർക്കാർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ LDF സർക്കാരിന്റെ മദ്യനയം വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് UDF നേതാക്കൾ പ്രചാരണത്തിനിറങ്ങിയിരുന്നത്. നിലവിൽ പ്രതിപക്ഷ നേതാവ് തന്നെ തങ്ങളുടെ മദ്യനയം തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ ഇടത് സർക്കാരിന് എത്രത്തോളം സഹായകമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ കുറ്റസമ്മതം? പ്രതിപക്ഷ നേതാവിന്റെ കുമ്പസാരം മാത്രമാണിത്. അന്ന് അതിന്റെ കൂടെയൊക്കെ നിന്ന് ഈ മദ്യനയം എന്ന് പറയുന്ന ഇത്തരം ഒരു നിലപാട് നടപ്പിലാക്കാൻ അദ്ദേഹം ഉൾപ്പെടെയുള്ള ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിച്ചതാ. അദ്ദേഹം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ തെറ്റ് ബോധ്യപ്പെട്ടത് അത്രയും സ്വാഗതം ചെയ്യാവുന്ന കാര്യമാണ്. LDF-ന്റെ മദ്യനയം LDF ചർച്ച ചെയ്യണം. അതിന്റെ ഭാഗമായി ബഹുജനങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ടാക്കി ഈ മദ്യനയത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങളുണ്ട്, വ്യവസായങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റു മേഖലയിലെ ആളുകളുണ്ട്. അവരൊക്കെയായി ചർച്ച ചെയ്ത് ഒരു പൊതുനയം LDF-ന്റെ മദ്യനയം പ്രഖ്യാപിക്കുമെന്നാണ് എക്സൈസ് വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള നിലപാട് LDF ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അത്തരമൊരു തീരുമാനം മദ്യം ആകെ ഒഴുക്കാൻ വേണ്ടിയുള്ളതല്ല, മദ്യവർജനം എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാട്. ഇപ്പൊ പുകവലിയൊക്കെ നിയമം മൂലം നിരോധിച്ചല്ലോ, ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. അത്തരം ശക്തമായ ബോധവൽക്കരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കും. ഈ അശാസ്ത്രീയമായ തെറ്റായ മദ്യനയത്തിൽ ആവശ്യമായ തിരുത്തൽ വേണം എന്ന് തന്നെയാണ് വ്യക്തിപരമായി എന്റെ അഭിപ്രായം. വളരെയധികം നന്ദി. മിനിസ്റ്റർ എ.സി. മൊയ്തീനാണ് പ്രതികരിച്ചത്. മദ്യനയം ഗുണം ചെയ്തില്ലെന്ന് രമേശ് ചെന്നിത്തല ലേഖനത്തിൽ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. തിരുത്തൽ ആലോചിക്കേണ്ടത് പാർട്ടിയാണെന്നും ചെന്നിത്തല ഈ ലേഖനത്തിൽ പറയുന്നു. എസ്. ഷീജയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.